പിറ കണ്ടാൽ പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലേക്ക് നമ്മൾ കടക്കുകയാണല്ലേ. ദുൽഹജ്ജ് ആദ്യ രാവിലെ 11ഓളം കാര്യങ്ങൾ ആ ആദ്യ രാവ് മുതലൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മാറും, മനസ്സമാധാനം ലഭിക്കും, എല്ലാ സങ്കടങ്ങൾക്കും പരിഹാരം ലഭിക്കും, ജീവിതം അടിപൊളിയാകും. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പൊ ഇന്നെൻ്റെ റബ്ബ് എനിക്ക് എന്ത് തന്നാലും എനിക്ക് സന്തോഷമാണെന്നുള്ള ബോധ്യത്തിൽ ഒരു അൽഹംദുലില്ലാ പറഞ്ഞേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ അൽഹംദുലില്ലയുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു സന്തോഷം നൽകുമാറാകട്ടെ. വൽ ഫജ്ർ വലയാലിൻ അശ്ർ. അള്ളാഹ് സത്യം ചെയ്ത് പറഞ്ഞ ഇരവും പകലും ഒക്കെ കടന്നു വരികയാണ്. അപ്പൊ ഇതുപോലെ ഒരു രാത്രിയും പകലും ഒക്കെ വേറെ ഉണ്ടോ? ഇല്ല. ഇതുപോലൊരു പകല് വേറെ ഇല്ല. പരിശുദ്ധ റമദാനിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ടല്ലോ, അഫ്ളലു അയ്യാമിദ് ദുനിയ അയ്യാമുൽ അശ്ർ. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ഏതാണ്? അത് ദുൽഹജ്ജിലെ ആദ്യ പത്താണെന്ന്. സുബ്ഹാനക യാ റബ്ബ്. എങ്ങനെ? ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ അത് ദുൽഹജ്ജിലെ ആദ്യത്തെ 10 അപ്പൊ ഇത് നമുക്ക് കിട്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു കൊള്ളാം നമ്മളെ? അപ്പൊ നമ്മളൊരു 11 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ദുൽഹജ്ജ് നമുക്ക് കിട്ടും. ദുൽഹജ്ജിലെ ആദ്യത്തെ രാവ് അത്ര പ്രത്യേകതയുള്ളതാണ്. ആ രാവ് മുതൽ പെരുന്നാളിന്റെ രാവ് വരെ ഓരോ രാവുകളും പകലുകളും വിലപ്പെട്ടതാണ്. പകലുകളുടെ പ്രത്യേകത ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടതാണ്. കാരണം റമദാനിലെ പകലുകളേക്കാൾ ശ്രേഷ്ഠതയുള്ളത് ദുൽഹജ്ജിലെ പകലിനാണെന്നാണ്, ആദ്യത്തെ 10 പകലുകളിലാണെന്നാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നമുക്കൊന്ന് പഠിച്ചാലോ? ആ 11 കാര്യങ്ങൾ ഞാൻ കറക്റ്റ് അത് ചെയ്യും. ചെറിയ നിസ്സാരമായ കാര്യങ്ങളാണ്, ഞാനത് ചെയ്യും എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ തന്നെ ഇരിക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഒന്നാമത്തേത്, പിറ കണ്ടു എന്നുള്ള ന്യൂസ് കേട്ടാൽ ഉടനെ ചൊല്ലണം അല്ലാഹു അക്ബർ അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വറബ്ബുക്കല്ലാഹ് ഹിലാലു റുഷ്ദിൻ വഖൈർ. കണ്ടോ, ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ ആ ഒരു മാസം വല്ലാത്ത കാവലാണ്. ഈമാനിൽ രക്ഷ കിട്ടാനും ശാരീരികവും മാനസികവുമായ സുരക്ഷിതത്വത്തിന് ഒക്കെ വളരെ വളരെ ഉപകരിക്കുന്ന ദിക്റാണെന്ന് അള്ളാഹുവിന്റെ മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തേത്, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാം. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. പിറ കണ്ടാൽ തബാറക്ക സൂറത്ത് പാരായണം ചെയ്യാം. എല്ലാ മാസങ്ങളിലും അത് സുന്നത്താണ് പിറ കണ്ടാൽ. പക്ഷെ ഇത്തരം പ്രത്യേകതയുള്ളൊരു സമയത്തിന് വല്ലാത്തൊരു മഹത്വമാണ്. അതുകൊണ്ട് തന്നെ നിയ്യത്ത് വേണം. ദുൽഹജ്ജിലെ ആദ്യ രാവിൽ സുന്നത്തായ തബാറക്ക സൂറത്ത് അല്ലെങ്കിൽ സൂറത്തുൽ മുൽക്ക് ഞാൻ പാരായണം ചെയ്യുന്നു എന്നാണ്. മൂന്നാമത്തേത് സൂറത്തുൽ ഫജ്ർ. അതൊരു സംഗതി തന്നെയാണ് ഇല്ലേ? ആ ഒരു രാവ് കടന്നു വരുമ്പോൾ തന്നെ ഈ രാവിനെ അള്ളാഹ് വിശേഷിപ്പിച്ച അല്ലെങ്കിൽ ഈ ദിവസങ്ങളെ വിശേഷിപ്പിച്ച ആ സൂറത്ത് 30 ആഴ്ചകൾ. പരിശുദ്ധ ഖുർആനിലെ 89-ാമത്തെ അധ്യായമാണ്. 30 ചെറിയ ആഴ്ചകൾ. വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ ഹൽ ഫീ ദാലിക ഖസമുൽ ലിദി ഹിജ്ർ അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാതിൽ ഇമാദ് അല്ലതി ലം യുഖ്ലഖ് മിത്ലുഹാ ഫിൽ ബിലാദ്. ചെറിയ സിമ്പിളായ ആഴ്ചകൾ. 1 മിനിറ്റ് ഉണ്ടോ ഓതി തീർക്കാനല്ലേ? ഇത് പരിശുദ്ധമായ ദുൽഹജ്ജിലെ ആദ്യ 10 എല്ലാ രാവുകളിലും ഓതണം. നമുക്ക് ഒരുമിച്ച് ഓതണം ഇൻഷാ അല്ലാഹ് 7-15 അല്ലേ? അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇനി ഒരാൾ 1 മുതൽ 10 വരെ കൃത്യമായി ഓതിക്കഴിഞ്ഞാൽ ഖഫറല്ലാഹു ലഹു, അവന്റെ മുഴുവൻ പാപങ്ങളും അള്ളാഹു കരിച്ചു കളയും എന്നാണ്. ഇനി 4-മത്തെ എന്താണെന്നറിയോ? ഒരിക്കലും മുസാ നബി ചോദിക്കുന്നുണ്ട്, അല്ലാഹ് ദുആഇന് ഉത്തരം ലഭിക്കാൻ വളരെ ആപ്റ്റായ ഒരു ടൈം. അപ്പം അള്ളാഹു മറുപടി കൊടുക്കുന്നുണ്ട്, ദുൽഹജ്ജിലെ ആദ്യ 10 എന്ത് ചെയ്താൽ അഫ്ളലു ദിക്ർ ചൊല്ലിയാൽ, ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ രാത്രിയിലെ സദസ്സിൽ അതിന്റെ അർത്ഥം പറഞ്ഞായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എനിക്ക് അല്ലാഹയല്ലാതെ ആരുമില്ല, എൻ്റെ മനസ്സിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല, അല്ലാഹ് മാത്രം. ആ ബോധ്യത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദുൽഹജ്ജിൽ ആദ്യ 10 ചൊല്ലിയിട്ട് അള്ളാഹിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു തരും ഉറപ്പാണ്. 5-മത്തേത് തക്ബീർ ചൊല്ലുക. തക്ബീർ ചൊല്ലുക എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജിലെ ആദ്യ 10 മുതൽ നമ്മൾ ഉദഹിയത്ത് അറക്കുന്നത് വരെ ഉദഹിയത്തുമായി ബന്ധപ്പെട്ട ആളുകൾ ഉദഹിയത്ത് മൃഗങ്ങളെ കാണുമ്പോൾ അല്ലാഹു അക്ബർ, അത്ര മതി, അല്ലാഹു അക്ബർ. അങ്ങനെ തക്ബീർ ചൊല്ലുക. ആ തക്ബീർ വല്ലാതെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. 6-മത്തേത് 9-ന്റെ അന്ന്, അതായത് ദുൽഹജ്ജ് 9-ന്റെ അന്ന് അറഫ ദിവസം സുബഹ് മുതൽ, നമ്മുടെ ഇവിടെ എപ്പോഴാണോ അറഫ, അതായത് നമ്മുടെ ഇവിടെ എപ്പോഴാണോ 9, അതാണ് നമുക്ക് അറഫ ദിനം. മക്കത്തെ അറഫ നോക്കണ്ട. അപ്പോൾ ആ സുബഹ് മുതൽ നിസ്കാരത്തിന് ശേഷം തക്ബീർ ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ്.
മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ സമയത്ത് തക്ബീറുകൾ സുബഹ് നിസ്കാരം മുതൽക്ക് ചൊല്ലുകയും വേണം. ഏഴാമത്തേത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ, അതായത് ഈ ദുൽഹജ്ജിലെ ആദ്യ പത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ തക്ബീറും തഹ്ലീലും തസ്ബീഹും ഒക്കെ ചൊല്ലണം എന്നാണ്. അതെല്ലാം കൂടെ ചേർന്നടങ്ങിയ ഒരു ദിക്റുണ്ടല്ലോ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ ദിക്ർ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വാനങ്ങൾക്ക് അപ്പുറത്തുനിന്ന് സമ്മാനമായിട്ട് കൊടുത്തതാണ്. എന്തേ ദിക്റിന്റെ പ്രത്യേകത? ഒരു തവണ ചൊല്ലുമ്പോൾ സ്വർഗത്തിൽ ഒരു മരം നടും നമ്മുടെ പേരിൽ. നമ്മളവിടെ ചെല്ലുമ്പോൾ ഒരുപാട് തോട്ടങ്ങൾ നമുക്ക് ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എട്ടാമത്തേത്, നമ്മൾ ദുൽഹജ്ജിൽ ആദ്യ രാവ് മുതൽ ഉദ്ഹിയ്യത്ത് വരെ നഖം, മുടി പോലുള്ള കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യാതിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇതൊരു സങ്കടത്തിന്റെ ഭാവമാണിത്. സ്വന്തം കുഞ്ഞിനെ ബലിയെറുക്കാൻ 10ന്റെ അന്ന് പോകണം എന്നുള്ളൊരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ നഖവും മുടിയൊക്കെ മുറിച്ച് സുന്ദരിയായിരിക്കോ? ഇല്ലല്ലോ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ദുൽഹജ്ജ് 10ന്റെ അന്ന് സ്വന്തം കുട്ടി അറുക്കാൻ കൊടുക്കണം. നമുക്ക് നഖം വെട്ടാൻ തോന്നുന്നു, മുടി മുറിക്കാൻ തോന്നുന്നു. ഇതുപോലെ ആ ബലിമൃഗത്തോട് സ്നേഹം വേണം. അതിനോടൊരു സ്നേഹം, അതിനെ അറുക്കാൻ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അതിനെ അറവ് നടത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വിങ്ങൽ, ആ വിങ്ങലിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ നഖം മുടിയൊക്കെ മുറിക്കാതിരിക്കുന്നത്. അപ്പം അത് ശ്രദ്ധിക്കണം. അപ്പം അതിന് നേരത്തെ ഒന്ന് മുറിച്ചൊക്കെ വെച്ച് ഭംഗിയായാൽ അടിപൊളി. 9ാമത്തേത് ഉദ്ഹിയ്യത്ത് കർമ്മത്തിന് വേണ്ടി ഒരുങ്ങലാണ്. ആ രാവ് വരുമ്പോഴത്തേക്കും ഒരുങ്ങുക. ആ മൃഗത്തോട് വല്ലാത്തൊരു സ്നേഹം, പരിലാളന, അതിനൊന്ന് തടവുക, അതിന് വെള്ളം കൊടുക്കുക. നമ്മൾ ഉദ്ഹിയ്യത്തിൽ ഷെയർ ചെയ്യണം, പിന്നെ പള്ളിയിലോട്ട് പോകില്ല, പള്ളിയിൽ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ്. പ്രതിഫലമൊന്നും ലഭിക്കില്ല കേട്ടോ. പള്ളിയിൽ ഏൽപ്പിച്ചത് നമ്മൾ പോയി നോക്കണം, ആ മൃഗങ്ങളെ ഒന്ന് തടവണം, അതിന് വെള്ളം കൊടുക്കണം, അതിനോടൊരു ഒരു മഹബത്ത് കൽബിൽ ഇങ്ങനെ കണക്റ്റ് ആവണം. അപ്പോഴല്ലേ അതിൻ്റെ കഴുത്തിലേക്ക് കത്തി വെക്കുമ്പോൾ ചോനെ നിനക്ക് വേണ്ടി കൊടുക്കണം, അല്ല നിനക്ക് വേണ്ടി, നീ പറഞ്ഞാൽ എൻ്റെ ജീവനായി മൃഗത്തെ പോലും ബലിയെടുക്കാൻ തയ്യാറാണെന്നുള്ളൊരു സംഗതി കൽബിൽ വരണം. അപ്പോഴേ അതിനൊക്കെ പ്രതിഫലമുള്ളൂ എന്ന്. സുബ്ഹാനല്ലാഹ്. അതുപോലെ 10ാമത്തേത്, ആദ്യത്തെ 10 ധാരാളം സ്വതക്ക ചെയ്യാം. സ്വതക്ക വല്ലാത്തൊരു സംഭവമാണ്. ഈ 10ലെ സ്വതക്ക എന്ന് പറഞ്ഞാൽ റമദാനിൽ കൊടുക്കുന്നതിലും കൂലി കൂടുതലാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ പലർക്കും കഴിയണില്ല, ഇതിന്റെ മഹത്വം മനസ്സിലാകണില്ല. അതുപോലെ 11ാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നമുക്ക് തരണമെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. കുടുംബ ബന്ധങ്ങളൊക്കെ മുറിച്ചു വെച്ചവരുണ്ടെങ്കിൽ, ഏത് പുത്തനവാദികളെയൊന്നുമല്ല, അത് മാറ്റി നിർത്തുക. മറ്റ് ആളുകളുമായി ബന്ധം മുറിച്ചവരാണ് നമ്മളെങ്കിൽ ആ ബന്ധം ചേർക്കാതെ അള്ളാഹു ഒരു ഗുണവും നമുക്ക് തരികയില്ല. അപ്പൊ ഈ വിഷയത്തിലൊക്കെ സൂക്ഷ്മത പാലിക്കണം. അള്ളാഹു റബ്ബുൽ ആലമീൻ ഇതെല്ലാം സൂക്ഷിച്ച് അഅമാലുകൾ കൃത്യമായി ചെയ്ത് അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമയായി മാറാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.